തിരുവചനം തിരുവചനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനം, ഊതിയാൽ തീപ്പൊരി തെറിക്കും, തുപ്പിയാൽ കെട്ടുപോകും. സംസാരത്തോട് ബന്ധപ്പെടുത്തിയ ചില ശ്രദ്ധേയമായ ഓർമ്മപ്പെടുത്തലുകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു തിരുവചനമാണ്. ഈ വചനത്തെ സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കുന്ന വിരുന്നിനെ വിടർത്തി അനുഗ്രഹമായി പകർത്തണേ. സ്വീകരിക്കാൻ ഉതകും വിധം ഹൃദയനിലങ്ങളെ പരുവപ്പെടുത്തണേ. അങ്ങ് ആഗ്രഹിക്കുന്ന വിധം ഈ വചനം ഏറ്റുവാങ്ങുന്ന, ജീവിതത്തിലൂടെ അത് കൈമാറുന്ന അനുഗ്രഹ സാക്ഷികളായി ഞങ്ങളെ മാറ്റണമേ. അമ്മേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, പ്രാർത്ഥിക്കണേ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സംസാരത്തോട് ബന്ധപ്പെടുത്തിയ ചില നിലപാടിൽ സ്വീകരിക്കേണ്ട ആത്മീയ വിചാരങ്ങൾക്ക് സഹായകമാകുന്നൊരു തിരുവചനമാണ്. ഊതിയാൽ തീപ്പൊരി തെറിക്കും, തുപ്പിയാൽ കെട്ടുപോകും. ഓരോ വ്യക്തിയും സംസാരത്തിൽ സ്വീകരിക്കേണ്ട നിലപാടിനെക്കുറിച്ച് പ്രഭാഷകൻ ഓർമ്മപ്പെടുത്തുന്നു. ഈശോ കൃത്യമായിട്ടും അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു വാക്കും അതെ അതെ എന്നും അല്ല അല്ല എന്നും ആയിരിക്കട്ടെ, അപ്പുറത്തേക്കുള്ളതൊക്കെ ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്നാണ് തമ്പുരാൻ്റെ പഠനവും. ഈ ഒരു ചിന്തയുടെ ആത്മീയ വിചാരങ്ങളെ നമ്മളൊന്ന് ഹൃദയത്തിൽ ധ്യാനമായിട്ട് കൊണ്ടുപോകുമ്പം, കഠിനമായ വാക്കുകൾ കൊണ്ട് ആരുടെയും ജീവിതത്തെ അപകടപ്പെടുത്തരുത് എന്നുള്ള ചിന്തയെ ആദ്യം ഒന്ന് മനസ്സിൽ കുറിക്കുക. നമ്മുടെ സംസാരം കൊണ്ട്, കഠിനമായ വാക്കുകൾ കൊണ്ട് ഏതെങ്കിലുമൊക്കെ ജീവിതങ്ങൾ മുറിവേറ്റാൽ ദൈവത്തിനു മുമ്പിൽ നമ്മളതിന് കണക്ക് പറയേണ്ടതായിട്ട് വരും. നമ്മുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വ്യർത്ഥ വാക്കിനും കണക്ക് കൊടുക്കണം എന്ന പഠനം നമ്മുടെ ഉള്ളിൽ തമ്പുരാനിലൂടെ കുറിച്ചിടേണ്ടതുണ്ട്. മറ്റൊരുവൻ്റെ ജീവിതത്തിന് ഹാനികരമാകുന്ന, അസ്വസ്ഥതയുളവാക്കുന്ന, ആ ജീവിതത്തെ തളർത്താൻ ഉതകുന്ന വിധത്തിലുള്ള വാക്കുകൾ, ചില ആളുകളുടെ വാക്കുകൾ കൊണ്ട് ജീവിതത്തിൽ വഴിമുട്ടിപ്പോയവരൊക്കെ ഉണ്ട്. ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശാപവാക്കുകൾ, ചെയ്യുന്ന പ്രവൃത്തിയുടെ പുറകിലെ വ്യക്തിയുടെ സവിശേഷതകളെ മനസ്സിലാക്കാതെ അവരെ ശപിക്കുകയോ ശാപസമാനമായ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുകയോ ചെയ്തവർ, ഒന്ന് കേൾക്കാൻ പോലും മനസ്സില്ലാത്ത വിധം ആട്ടി പുറത്താക്കപ്പെട്ടവരുടെ വേദനകളൊക്കെ മനസ്സിൽ ഭാരമായിട്ട് ചിലപ്പോഴെ കൊണ്ടുനടക്കാറുണ്ട്. എന്നുവെച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സങ്കടമൊന്ന് പറയാനായിട്ട് ഇട കൊടുക്കാതെ നിഷ്ഠയോട് കൂടിയിട്ട് നോ എന്ന് പറയുന്ന ഒരനുഭവം. പണ്ട് വേദപാഠം പഠിപ്പിക്കാൻ പോയ ഒരു പള്ളിയിൽ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് വികാരി അച്ഛൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പം ഒരു 10-60 പ്രായമുള്ള ഒരു കാരണവർ 2ാം നിലയിലുള്ള പള്ളിമുറിയിലേക്ക് നടയൊക്കെ കയറി വളരെ കഷ്ടപ്പെട്ട് കയറി വന്ന് തൻ്റെ കൈവശമുള്ളൊരു കത്ത് വികാരി അച്ഛന് കൊടുക്കുകയാണ്. കത്ത് കൊടുത്ത വികാരി അച്ഛൻ ആ കത്ത് പൊട്ടിച്ച് അതിൻ്റെ ലെറ്റർ ഹെഡ് വായിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ പള്ളിക്കാരെ അല്ലാതെ മറ്റൊരു പള്ളിക്കാരെയും സഹായിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. സെമിനാരിക്കാരായിരിക്കുമ്പം ചമ്മാച്ചന്മാരായിരുന്നു കൊണ്ട് ഈ മനുഷ്യൻ്റെ വേദനയെ കുറേയും കൂടെ മനസ്സിലാക്കി മാറി നിൽക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയുമായിരുന്നില്ല. സങ്കടത്തോടു കൂടിയിട്ട് ഈ കത്ത്, മടക്കിക്കൊടുത്ത കത്ത്, വികാരിച്ചത് വായിച്ചു പോലുമില്ല, മടക്കിക്കൊടുത്ത കത്ത് വേദനയോടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആ വൃദ്ധൻ ആ നടയിറങ്ങിപ്പോയി. ഞങ്ങൾ തീർച്ചയായിട്ടും വിചാരിച്ചു അയാൾ എന്തെങ്കിലുമൊക്കെ ചീത്ത പറയുന്നു. അയാളൊന്നും പറഞ്ഞില്ല. നനഞ്ഞ കണ്ണുകളോട് കൂടിയിട്ട് ആ പള്ളിയുടെ താഴെ പോയി അദ്ദേഹം അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. വികാരിയച്ഛൻ മുറിയിൽ കയറി വാതിലടച്ചു. ഉച്ചയ്ക്ക് വിശ്രമിക്കാൻ പോയി എന്ന് ഉറപ്പായപ്പം അദ്ദേഹം പതുക്കെ കൈകൊട്ടി, ശമ്മാശന്മാർ ഞങ്ങൾ 2-3 പേരുണ്ട്, ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നും തന്നില്ലെങ്കിലും എന്നാന്നൊന്ന് നോക്കാൻ, എന്താ അതിൽ എഴുതിയതൊന്ന് മനസ്സിലാക്കാൻ എങ്കിലും നിങ്ങൾ അച്ഛന്മാരാകുമ്പം ശ്രദ്ധിക്കണേ. ഞാൻ ആരുടെയും കുറ്റം പറയാനല്ല, ആരെയും വ്യഥിക്കാനുമല്ല, ഒരാത്മശോധനയാകാൻ വേണ്ടിയിട്ടാണ് ഈ പങ്കുവയ്ക്കൽ നിങ്ങളോട് ഈ സമയം പറഞ്ഞത്.
അടിസ്ഥാനപരമായിട്ട് ഒരുപാട് ജീവിതങ്ങൾ ആഗ്രഹിക്കണത് ഉത്തരമല്ല, ഒരു കേൾവിക്കാരൻ്റെ ശ്രദ്ധാപൂർവമായ ഒരു സമീപനമാണ്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട കാര്യം ഊതിയിട്ട് തീപ്പൊരികയുണ്ട് ഒരു പ്രദേശത്തെ ചാമ്പലാക്കുന്ന നിലപാടിലേക്ക് പോകാതെ എൻ്റെ ജീവിതത്തിലെ കഠിനവാക്കുകളെ വെടിഞ്ഞിട്ട് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ശ്രദ്ധയുടെയും പ്രോത്സാഹനത്തിൻ്റെയും നന്മയുടെയും വാക്കുകൾ കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് കെട്ടിപ്പടുക്കാൻ കഴിയും. പലപ്പോഴും ഇന്ന് ഈ ആധുനിക ടെക്നോളജിയുടെ വികാസം വഴിയായിട്ട്, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വഴിയായിട്ടൊക്കെ വളരെ വേഗത്തിൽ കാട്ടുതീ പോലെ അപവാദങ്ങളെ പറഞ്ഞു പരത്തിയിട്ട് അതിൽ ആനന്ദം അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നു. മനസ്സാ വാചാ കർമ്മണ അറിയാത്ത, സത്യത്തോട് പുലബന്ധം പോലുമില്ലാത്ത കാര്യങ്ങളൊക്കെ കാട്ടുതീ പോലെ പടർന്ന് പരത്തിക്കഴിഞ്ഞിട്ട് ഒടുവിൽ നമ്മളിങ്ങനെ ചകഞ്ഞകം ചെല്ലുമ്പം ഉള്ളി തോല് പൊളിക്കണ പോലെ ഒന്നുമില്ല അവസാനം. ഒത്തിരി അനുഭവങ്ങൾ മുൻപിൽ നിരനിരയായി സൂക്ഷിക്കുന്നുണ്ട്. പണ്ട് ബ്ലാക്ക് മാൻ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് വയനാട്ടിലായിരുന്നപ്പം ഒരു വലിയ സംവാദം ഉണ്ടായി. ബ്ലാക്ക് മാൻ പല ആളുകളും പല സ്ഥലത്തും കണ്ടു എന്നാണ് പറഞ്ഞു. അവസാനം സ്കൂളുകളിൽ പോലും വിളിച്ചു പറഞ്ഞു, പിള്ളേരെ രാവിലെ പള്ളിയിലൊന്നും വിട്ടേക്കരുത്, 7 മണി കഴിയാതെ ആരും പുറത്തിറങ്ങരുത്, ബ്ലാക്ക് മാൻ ഇറങ്ങിയിട്ടുണ്ട്. വലിയ വേദന തോന്നും. ഞങ്ങൾ അവിടെയുള്ള അച്ഛന്മാർ ഒരിക്കൽ അവിടുത്തെ ഇതിനോട് ബന്ധപ്പെട്ട വികാരിയച്ഛനോട് ഇതൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ അച്ഛൻ വളരെ കാര്യമായിട്ട് ഈ വിഷയം അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങി. അച്ഛനിങ്ങനെ ബ്ലാക്ക് മാനെ കണ്ടുവെന്ന് പറഞ്ഞ ആളുകൾ ഓരോരുത്തരെയായിട്ട് കണ്ട്, നീ കണ്ടോ? അല്ല ഞാൻ കണ്ടില്ല, അവൻ കണ്ടെന്നാ പറയും അവൻ്റെ അടുത്ത്. അങ്ങനെ ഈ പറഞ്ഞ ആളുകളെ ഒന്നിനു പുറകെ ഒന്നായിട്ട് കണ്ടുപിടിച്ച് കണ്ടെത്തി അന്വേഷിച്ച് ബ്ലാക്ക് മാൻ്റെ ഉത്ഭവ ഇടത്തെത്തിയപ്പോഴാണ് സത്യം തിരിച്ചറിയണത് അത് മറ്റൊന്നും ആയിരുന്നില്ല. ബ്ലാക്ക് മാൻ ഈ വീട്ടുകാരത്തി ഉണ്ടാക്കിയ ബ്ലാക്ക് മാൻ എന്ന് വെച്ചാൽ, നീണ്ട കഥയാണെങ്കിലും ചുരുക്കി പറഞ്ഞാൽ, ഈ സഹോദരിയുടെ ഭർത്താവ് വൈദേശിക സാഹചര്യത്തിൽ ജീവിക്കണു. ഈ സഹോദരിക്കൊരു ആവശ്യമില്ലാത്തൊരു ബന്ധമൊക്കെ ഉണ്ട്. അപ്പം ആ കള്ളി പുറത്തു വരാനായിട്ടൊരു സാഹചര്യം ഉണ്ടായപ്പം അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ഉണ്ടാക്കിയെടുത്ത ഒരു കെട്ടുകഥ മാത്രമാണ് ഈ ബ്ലാക്ക് മാൻ. കാട്ടുതീ പോലെ അപരൻ്റെ ജീവിതത്തെ കളങ്കിതമാക്കുന്ന അപവാദങ്ങളുടെ പ്രവൃത്തികളെ ഉപേക്ഷിക്കാൻ വചനം പറയണേ. ഊതിയാൽ തീപ്പൊരി തെറിക്കും. എൻ്റെ അധരത്തിൽ നിന്നും നന്മയുടെ വാക്കുകൾ, പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ ഉണ്ടാവട്ടെ. ഒരുപാട് ജീവിതങ്ങൾ ഇങ്ങനെ നാശോന്മുഖമാവുകയോ വലിയ സങ്കടത്തിലും നൊമ്പരത്തിലുമാവുകയോ ചെയ്തിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ചും കേസിൻ്റെ പേരിലും അങ്ങനെയൊക്കെ പലതരത്തിൽ, അതിലേക്കൊന്നും ഞാൻ പോണില്ല. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, തമ്പുരാനെ എൻ്റെ വാക്കുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ജീവിതത്തെ വളർത്താനാണോ അതോ തളർത്താനാണോ ഇടയായിട്ടുള്ളത്? എനിക്ക് തന്നെയും ശുശ്രൂഷയുടെ ആദ്യ നാളുകളിലൊക്കെ അറിവില്ലായ്മ കൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ വളരെ കാർക്കശ്യമുള്ള നിശിതമായ കഠിനമായ വാക്കുകളൊക്കെ ഉപയോഗിച്ച് വേദനിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളങ്ങനെ ഉദ്ദേശപൂർവ്വം പറഞ്ഞതൊന്നും ആയിരിക്കില്ല. ചില മനുഷ്യരൊക്കെ സങ്കടം പറയാൻ വരുമ്പം അത് മുഴുവനായും പറയും മുമ്പേ നമ്മൾ ചില മുൻവിധികളോട് കൂടിയിട്ട് അവർക്കെതിരായിട്ട് നിലപാടുകളെടുക്കുക. അവരോട് ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ നിഷ്ഠയുള്ള നിലപാടുകൾ സ്വീകരിക്കുക. അങ്ങനെ വേദനിച്ചു മുറിവേറ്റ ജീവിതങ്ങളെ ഓർക്കണം, ദൈവത്തിന് മുമ്പിൽ മാപ്പ് ചോദിക്കണം, തിരുത്താൻ തീരുമാനമെടുക്കണം. എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ നിലപാട് കൊണ്ടോ ആരും മുറിപ്പെടാൻ പാടില്ല എന്ന നിഷ്ഠയുണ്ടാവണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ചില മനുഷ്യരൊക്കെ ഇങ്ങനെ നമ്മൾ കാണുന്നത് പോലല്ല പ്രിയപ്പെട്ടവരെ, ഉള്ളിലിങ്ങനെ വലിയ നീറുന്ന വോൾക്കാനോകളായിട്ട് അഗ്നിപർവ്വതങ്ങളായി നടക്കുന്നവരുണ്ട്. ഒരു അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയും വൈവാഹിക ജീവിതത്തിൻ്റെ 50ാമത്തെ വാർഷികത്തിന് പോകാനിടയിൽ ഒരു ചെറിയ ബന്ധമൊക്കെ ഉണ്ട്. പോയി തിരക്കുള്ളത് കൊണ്ട് പോരാൻ വേണ്ടി തുടങ്ങുമ്പം അവരോടിങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് പോരാൻ തുടങ്ങുമ്പം അമ്മച്ചി വന്നിട്ട് കയ്യിലൊക്കെ പിടിച്ച് നന്ദിയൊക്കെ പറഞ്ഞിട്ട്, ഒരു കാര്യം, ഞങ്ങളുടെ വൈവാഹിക ജീവിതത്തിൻ്റെ 50ാം വാർഷികമാണിന്ന്, എന്നാൽ മറ്റൊരു കാര്യത്തിൻ്റെ 25ാം വാർഷികവും ഇന്ന് തന്നെയാണ്, എന്താ ഊഹിക്കാമോ ചോദിച്ചു. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടണില്ല. കൊച്ചുമക്കളുണ്ടായതോ വീട് പണിതതോ വിദേശത്ത് പോയതോ ഒക്കെ പറഞ്ഞു നോക്കിയിട്ട് അതൊന്നുമല്ലെന്ന് അമ്മച്ചി പറഞ്ഞു. ഒടുവിൽ ഈ അമ്മച്ചി തന്നെ പറയുകയാണ്, അത് കണ്ടു കിട്ടുകയല്ല. എന്നിട്ട് പറയാണ്, ഞാനും എൻ്റെ ജീവിത പങ്കാളിയും മിണ്ടാതായതിൻ്റെ 25ാമത്തെ വാർഷികം ഇന്ന് തന്നെയാണ്. മക്കളെല്ലാവരും കൂടിയിട്ട് അപ്പൻ്റെയും അമ്മയുടെയും 25 വർഷത്തിൻ്റെ ജൂബിലി ആഘോഷത്തിനിടയിൽ തമ്മിൽ പറഞ്ഞ് തർക്കിച്ച് വഴക്കുണ്ടാക്കി അന്ന് പിരിഞ്ഞതാ. ഒരുമിച്ചൊരു മുറിയിലാണെങ്കിലും തികച്ചും
വ്യതിരക്തമായ വ്യത്യാസപ്പെട്ട നിലപാടോട് കൂടിയിട്ട് ജീവിച്ച് കടന്നു പോകുകയാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമുക്ക് പലർക്കും ഈ ഉള്ളിലൊരു മനുഷ്യൻ എന്തു സങ്കടം പേറുന്നുവെന്നറിയാത്തത് കൊണ്ട് ആ സങ്കടം പേറുന്നവൻ്റെ സങ്കടത്തെ വലിയ പൊട്ടിത്തെറിക്കിടവരുത്തുന്ന വിധമുള്ള തീപ്പൊരിക്ക് സമാനമായിട്ടുള്ള വാക്കുകളുടെ നിലപാടിൽ നിന്നും ചുവട് മാറ്റണം എന്ന് ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ 3:10 ഓർമ്മപ്പെടുത്തും, ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. അപ്പം ഈ കൃത്യം ഇതേ വായിൽ നിന്നാണ് ഈ അനുഗ്രഹവും ശാപവും വരുന്നത്. നമ്മളൊരല്പം ശ്രദ്ധിച്ചാൽ ഇത് അനുഗ്രഹമാവും, ഒരു അശ്രദ്ധ കൊണ്ട് ശാപമാവുകയും ചെയ്യും. വീണ്ടും യാക്കോബ് ശ്ലീഹ 3:2 പറയും, സംസാരത്തിൽ പിഴയ്ക്കാത്തവൻ പൂർണ്ണനാണ്. അപ്പം പൂർണ്ണതയെ ലക്ഷ്യമാക്കിയിട്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കും പോലെ നിങ്ങളും പരിപൂർണനായിരിക്കണമെന്നുള്ള തമ്പുരാൻ്റെ ഓർമ്മപ്പെടുത്തലിനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ പരിപൂർണത ലക്ഷ്യമാക്കി പ്രയാണം ചെയ്യുമ്പം നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാ, നമ്മൾ ഈ പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തിന് വിഘ്നമായി മാറുന്ന വാക്കുകളുടെ അപജയങ്ങളെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. ക്രിസ്ത്യാനികളുടെ 1-ാം പുസ്തകത്തിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഈ സംസാരത്തോട് ബന്ധപ്പെടുത്തിയ അപജയങ്ങളുടെ സൂചനകളിൽ വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ ഉള്ളിൽ കുറിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ സംസാരിക്കുക ആവശ്യകവും ഉചിതവുമാണെങ്കിൽ സന്മാതൃകാപരമായ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കണം. ഈ ക്രിസ്ത്യാനികളും പറയാണ്, നിനക്ക് സംസാരിക്കേണ്ടതുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഉചിതമാണെങ്കിൽ വേണ്ടത്ര മാത്രം അളന്ന് തൂക്കി പൂട്ടും താഴുമൊക്കെ ഇട്ട് പ്രഭാഷകൻ പറയും പോലെ സംസാരിക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ മൗനമാണ് പാലിക്കേണ്ടത്. അതുകൊണ്ടാണ് ഹാസ്ലിറ്റ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ പറയും, സൈലൻസ് ഈസ് ദ ഗ്രേറ്റ് ആർട്ട് ഓഫ് കോൺവെർസേഷൻ. സൈലൻസ് ഈസ് ദ ഗ്രേറ്റ് ആർട്ട് ഓഫ് കോൺവെർസേഷൻ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വർഷമാണല്ലോ. ഔസേപ്പിതാവിനെക്കുറിച്ച് പറയുന്നത് ഔസേപ്പിതാവിനോട് അധികം സംസാരിക്കേണ്ടതില്ല. കാരണം എന്താ, ഔസേപ്പിതാവിൻ്റെ ജീവിതം ദൈവത്തിനുമുമ്പിൽ അധികവും മൗനത്തിലായിരുന്ന ജീവിതമായതുകൊണ്ട് ഔസേപ്പിതാവിൻ്റെ അടുത്ത് പോയിട്ട് നീ നിൻ്റെ ഹൃദയഭാരത്തെ, ഹൃദയവ്യഥകളെ ഇറക്കി വെച്ചാൽ മതി. ഔസേപ്പിതാവിൻ്റെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ആൻഡ്രേ ബെസറ്റെ പറയുന്ന ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. ഔസേപ്പിതാവിനോട് അപേക്ഷിക്കുമ്പോൾ അധികം സംസാരിക്കേണ്ടതില്ല. സ്വർഗത്തിലെ പിതാവിന് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നത് പോലെ ഔസേപ്പിതാവിനും നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും ജീവിതത്തിലുമൊക്കെ സംസാരം കൊണ്ട് പല കാര്യങ്ങളും പറയാനായിട്ടും അറിയിക്കാനായിട്ടും വ്യഗ്രത കാണിക്കുന്നതിൽ നിന്നും ഹൃദയം കൊണ്ടറിയാനായിട്ട് പറയാതെ അറിയാനായിട്ടുള്ള ആത്മീയതയിലേക്ക് വളരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകൾ, പ്രത്യേകിച്ചും ഒരു 6 മാസമെങ്കിലുമൊക്കെ ദമ്പതികൾ ഒരുമിച്ച് ജീവിക്കണമെന്നൊക്കെ നിഷ്ഠയോടുകൂടിയിട്ട് പറഞ്ഞു കൊടുക്കാറ്. കാരണം ഈ ആദ്യ നാളുകളിലാണ് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളുമൊക്കെ അവയുടെ ഡിഗ്രി പിടികിട്ടുക. പിന്നീട് ഇതൊന്നും അധികം ശ്രദ്ധയുണ്ടാവില്ല. ഒരാൾക്ക് ഒരു ഭക്ഷണം കൂടുതൽ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടറിയുന്നതിനകത്ത് വലിയ പുണ്യമൊന്നുമില്ല. കുറച്ചും കൂടെ കറിയുന്നതാ എന്ന് പറയുന്നതിനപ്പുറം പറയാതെ ആ വ്യക്തി അധികം കഴിച്ചതും കൂടുതൽ ശ്രദ്ധിച്ചതും താല്പര്യത്തോടെ ഭക്ഷിക്കുന്നതും ഇന്ന കറിയായിരുന്നു, കൂർക്ക കറിയായിരുന്നുവെന്ന് അറിയാൻ പറ്റുക, അറിഞ്ഞ് അതിന് ആനുപാതികമായിട്ട് നിലപാടെടുക്കുക, അതാണ് നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ടത്. അതിലേക്കാണ് തിരുവചനം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതും. ക്രിസ്ത്യാനികളുടെ 1:10 വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട്, അധരങ്ങളുടെ അശ്രദ്ധയ്ക്കുള്ള മുഖ്യ കാരണം ദുസ്തഴക്കവും പുണ്യ അഭിവൃദ്ധിയിലുള്ള താല്പര്യക്കുറവ്. അതായത് വിടുവാത്തരം പറയാനായിട്ട് നിൻ്റെ അധരം ശ്രമിക്കുന്നുണ്ടെങ്കിൽ കാരണം നിനക്ക് ചില ദുഷ്ടടക്കങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്, നിനക്ക് പുണ്യത്തിൽ അഭിവൃദ്ധിപ്പെടാനായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ഏറെ ശ്രദ്ധിക്കണം. വീണ്ടും ക്രിസ്ത്യാനികൾ പറയാണ്, ദൈവത്തോട് അധികവും സൃഷ്ടികളോട് കുറച്ചും സംസാരിക്കുക, പ്രയോജനശൂന്യമായ സംഭാഷണങ്ങളെ ഒഴിവാക്കുക, നല്ലതും ആവശ്യമുള്ളതും മാത്രം സംസാരിക്കുക. എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞു വെക്കേണ്ടത്. വാക്കുകൊണ്ട് മുറിവേറ്റ ഒരുപാട് ജീവിതങ്ങളുണ്ട്, നമ്മളിലൂടെയും സംഭവിച്ചിട്ടുണ്ട്. എനിക്കറിയാം ഒരു ചെറുപ്പക്കാരൻ, അവനിവിടെ നിന്ന് കർണാടകത്തിൽ ജോലിക്ക് പോയി, അവിടെ ഒരു കോളേജിൽ ജോലിക്ക് കയറി, ഒറ്റയ്ക്കൊരു ചെറിയ മുറിയൊക്കെ എടുത്ത് താമസിക്കുകയാണ്. അവന് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, വളരെ മാന്യനായ ചെറുപ്പക്കാരന്. ഒരിക്കലും ഓണത്തിന് അവൻ അവധിക്ക് പോരുന്നു. അവൻ്റെ വീടും മുറിയൊക്കെ അടിക്കാനായിട്ട് അവിടെ ഒരു കന്നഡ സ്ത്രീക്ക് താക്കോല് കൊടുത്തിട്ടുണ്ട്. ആ സ്ത്രീ ഇവൻ ഓണത്തിന് പോകുന്ന സമയത്ത് അവിടെ കയറി നോക്കി, മുറി അടിക്കുന്ന കൂട്ടത്തിൽ അവിടെ കുറച്ച് പൊട്ട് കണ്ടു. ആ മുറിയിൽ പൊട്ടിൻ്റെ ഒരു പാക്കറ്റ്, അതിനകത്ത് 1-2 പൊട്ട് കുറവും. ഈ സഹോദരി അവിടെ കൂട്ടുകാരൻ, നാട്ടിലുള്ള ഒരുപാട് പേരോട് പറഞ്ഞു, അവൻ ഒറ്റയ്ക്കൊന്നുമല്ല, അവൻ്റെ അടുത്ത് ആരൊക്കെയോ വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ വളരെ മോശമായിട്ട് പറഞ്ഞു. ഇവൻ ഓണമെല്ലാം കഴിഞ്ഞ് കോളേജിൽ മടങ്ങി ചെല്ലുമ്പം കോളേജിലും എത്തി ഈ വാർത്ത.
അവൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരായ അധ്യാപകർ പോലും ഇവനോട് തികച്ചും അപരിചിതമായിട്ട് സംസാരിക്കുകയാണ്. ഇവനിങ്ങനെ വലിയ ഭാരത്തോട് കൂടിയിട്ട് ഒന്നാം ദിവസം വൈകുന്നേരം ഏറ്റവും അടുപ്പമുള്ള അധ്യാപകനെ വിളിച്ചിട്ട് നിർബന്ധ ബുദ്ധിയെ പറഞ്ഞു, എന്താ എന്നെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണത്, എന്താ കുഴപ്പം എന്ന് ചോദിച്ചപ്പം അധ്യാപകൻ ഈ വിശേഷം പറഞ്ഞു. ഇതാണ് സംഭവം. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയുക, അദ്ദേഹം ഒരു ചായപ്പൊടി വാങ്ങിയപ്പം അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു പാക്കറ്റ് പൊട്ടാണ് അവിടെ കിടന്നത്. അതിലെത്ര പൊട്ടുണ്ടെന്ന് പോലും അവൻ നോക്കിയിട്ടില്ല. അല്ലാതെ അവന് ഒരു സ്ത്രീയോടും മോശമായിട്ടൊരു ബന്ധമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തീപ്പൊരി പോലെ നാട് മുഴുവനും അപവാദങ്ങൾ പറഞ്ഞു പരത്തിയിട്ട് ഒരുപാട് ജീവിതത്തിൻ്റെ ഒടുക്കം വരെയും സങ്കടത്തിലും നൊമ്പരത്തിലും മാനസികമായി നിലതെറ്റിയവരുമായി ജീവിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു മനോഭാവത്തിൽ നിന്ന് മാറാൻ പറ്റണം. മലയാളികളുടെ മനസ്സും ഇങ്ങനെയാണ്. അവൻ മറ്റുള്ളവനെ മുറിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു മനസാക്ഷി കുത്തുവില്ല. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി അവൻ്റെ സങ്കടം മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ആത്മീയ പിതാക്കന്മാരൊക്കെ പറയണത്, കുടുംബജീവിതക്കാരോട് പ്രത്യേകിച്ചും ഓരോ പ്രഭാതത്തിലും ജീവിത പങ്കാളികൾ പരസ്പരം കണ്ണിലേക്ക് നോക്കിയിട്ട് എന്തേ എന്ന് ചോദിക്കണം. ഉറങ്ങിയില്ലേ, ഇന്നെന്താ പറ്റിയേ? അങ്ങനെ ചോദിക്കാൻ കഴിയുന്ന ഒരു ആത്മീയതയുടെ ആഴമുള്ള ബന്ധമാണ് രൂപപ്പെടുത്തേണ്ടത്. മുറിപ്പെടുത്താനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷെ വെച്ച് കെട്ടുന്നവൻ്റെ പേരാണ് ക്രിസ്തു. മുറിവേറ്റവർക്കിടയിൽ മുറിവുകൾ വെച്ച് കെട്ടിക്കൊണ്ട് ആയിരിക്കുന്നവനെ ക്രിസ്തു എന്ന് വിളിക്കും. ദ വൂണ്ടഡ് ഹീലറാണ് അവൻ. മുറിവേറ്റിട്ടും തൻ്റെ മുറിവുകളെ അവഗണിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ മുറിവുകളെ വച്ച് കെട്ടുന്നവൻ്റെ പേര് ക്രിസ്തുവെന്നാണെങ്കിൽ, നമ്മൾ ഇന്ന് പലപ്പോഴും നാവിൽ നിന്നും പുറപ്പെടുന്ന അധരത്തിലൂടെ വിടുവാത്തരമായി ഇറക്കി വിടുന്ന വാക്കുകൾ കൊണ്ട് മുറിപ്പെട്ട ഒരുപാട് ജീവിതങ്ങളുണ്ട്. നമുക്കൊരു ക്രിയേറ്റീവ് ക്രിറ്റിസിസം ആകാം, ക്രിയാത്മകമായി വിമർശിക്കാൻ നമുക്ക് കഴിയണം. പക്ഷേ നാശോന്മുഖമായ ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ജീവിതത്തിൽ അപകടകരമാണ്. അതുകൊണ്ട് സംസാരത്തിന്, വാക്കുകൾക്ക് ഭയങ്കര പവറാ പ്രിയപ്പെട്ടവരെ. പഠനങ്ങളൊക്കെ പറയുന്നത് 2 ചെടികൾ ഒരാൾ വളർത്തുന്നു, ഒരേപോലെ വളം വെള്ളം എല്ലാം കൊടുക്കുന്നു. ഒരു ചെടിയുടെ അരികിൽ പോയിട്ട് എന്നും അയാൾ പറയും, നീ നന്നായി വളരുന്നുണ്ട്, യു ആർ സോ ക്യൂട്ട്, സോ ബ്യൂട്ടിഫുൾ, എന്ത് രസമാണെന്നൊക്കെ പറഞ്ഞ് പോസിറ്റീവായിട്ട് പറയും. മറ്റേ ചെടിയുടെ അരികിൽ പോയിട്ട് യു ആർ ഗുഡ് ഫോർ നത്തിങ്, നീ ഒന്നിനും കൊള്ളില്ലാത്തതാ, അഗ്ലി എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായതും അല്ലെങ്കിൽ ആ ചെടിയുടെ വളർച്ചയ്ക്ക് വിഘാതമാകുന്നതുമായ വാക്കുകൾ ഉപയോഗപ്പെടുന്നു. ഒരു 10-20 ദിവസത്തിൻ്റെ ഒടുവിൽ കാണുന്ന ഒരു കാഴ്ച, ഈ പോസിറ്റീവ് കമാൻഡ് കൊടുത്ത ചെടി നന്നായി വളരുന്നതും നെഗറ്റീവ് കമാൻഡ് കൊടുത്ത ചെടി ഉണങ്ങി കരിഞ്ഞ് പോകുന്നതുമാണ്. എന്നുവെച്ചാൽ പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കും സസ്യലതാദികൾക്ക് പോലും നമ്മുടെ വാക്കുകൾ കൊണ്ട് ഇത്രമാത്രം സ്വാധീനമുണ്ടാകുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പോസിറ്റീവ് എനർജി കൊടുക്കാനായിട്ട് കഴിയണം. ഞാനതുകൊണ്ട് ശുശ്രൂഷാ മേഖലയിലൊക്കെ അമ്മമാർക്കും കുടുംബജീവിതക്കാർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്, ഇന്ന് പല കാരണവന്മാരും പറയണത്, മക്കളോട് പറയണത്, നീയൊന്നും എന്നെ നോക്കൂല എന്ന് എനിക്ക് നേരത്തെ അറിയാം, അതുകൊണ്ട് ഞാനതിനുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പെങ്ങളൊക്കെ പറയുന്നൊരു കാര്യം തിരിച്ച, നീ നോക്കൂന്നോർത്തുകൊണ്ട് തന്നെയാണ് നിനക്ക് തീറ്റയും വെള്ളവും തരുന്നത്. അങ്ങനെ പറയാൻ തുടങ്ങുമ്പം, പെങ്ങൾ തന്നെ പറഞ്ഞൊരു അനുഭവം എൻ്റെ മനസ്സിലുണ്ട്. ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പം ആ മക്കളുടെ ജീവിതത്തിലേക്ക് അപ്പനെയും അമ്മയെയും നോക്കണമെന്ന ചിന്തയുണ്ടാവുക മാത്രമല്ല, അവർ പറയുകയും ചെയ്തിട്ടുണ്ട്, എൻ്റെ അമ്മയെ ഉറപ്പായിട്ടും നോക്കിക്കൊള്ളാം, അമ്മ ഇനി അത് പറയണ്ട. എന്ന് വെച്ചാൽ നമ്മുടെ സംസാരം കൊണ്ട് നാശോന്മുഖമാകാമായിരുന്ന സാധ്യതകളെ ഉണർവിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, അനന്തകൃപയുടെ വഴികളായി, പുതിയ സാധ്യതകളായി രൂപാന്തരപ്പെടുത്തണം. നമുക്ക് കിട്ടിയ വിളിയും ദൗത്യവും അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ കുറേ മനുഷ്യരെ മുറിപ്പെടുത്തുന്ന, ഒത്തിരി പേരെ തളർത്തുന്ന ഒരു ജീവിതമായി മാറരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ സംഭാവനകളുടെ കണക്കെടുത്ത് നോക്കുമ്പം എൻ്റെ പ്രോത്സാഹനം കൊണ്ടും എൻ്റെ ശ്രദ്ധ കൊണ്ടും എൻ്റെ കരുതൽ കൊണ്ടും എൻ്റെ വാക്കുകൊണ്ടും വളർന്ന ഒരുപാട് ജീവിതങ്ങൾ. നമ്മളിങ്ങനെ മലയാളിക്ക് ഭയങ്കര പിശുക്ക ഈ ഇങ്ങനെ ഒരു പ്രോത്സാഹനം കൊടുക്കാനൊക്കെ. കുടുംബജീവിതത്തിലൊക്കെ പങ്കാളികൾക്കിടയിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല ഇതാണ്. ജീവിത പങ്കാളികളെ പ്രോത്സാഹിപ്പിക്കണം, നന്മകൾ പറയണം. ഭർത്താവിൻ്റെ നന്മ പറയാനായിട്ട്, ഭാര്യയുടെ ശുശ്രൂഷയെ വിലമതിക്കാനായിട്ടൊക്കെ കഴിയും. നീ ഇവിടെ എന്നാ ചെയ്യുന്നേ എന്ന് പറയുന്ന നെഗറ്റീവ് ചിന്തയിൽ നിന്നും, ഇത് ഞാൻ എന്നാ ഉണ്ടാക്കിയേ എന്നുള്ള ക്രിയാത്മകമല്ലാത്ത മനോഭാവത്തിൽ നിന്നും, ഈ വ്യക്തിയിൽ നിന്നും ഇയാളുടെ സാന്നിധ്യം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നിലപാട് കൊണ്ടും നന്മ ലഭിച്ചുവെന്ന് പറയാനായിട്ട്, അത് ഉള്ളിൽ തട്ടി പറയാനായിട്ടും അത് പങ്കുവയ്ക്കാനായിട്ടും നമുക്ക് കഴിയണം. പ്രോത്സാഹിപ്പിച്ചാൽ സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അവർക്ക് കുറേയും കൂടെ ഊർജ്ജം ഉണ്ടാകും. അനന്തമായ സാധ്യതയും അതുല്യമായ ഭാവനയും അവരിൽ വിരിയുമെന്ന ശാസ്ത്രം പോലും പറയണം.
മനഃശാസ്ത്രം പോലും പറയണത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പ്രോത്സാഹിപ്പിക്കാനും വളർത്താനുമൊക്കെ കഴിയട്ടെ. നമ്മുടെ അധരം കൊണ്ട് ആരെങ്കിലും മുറിപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയാൽ മാപ്പ് ചോദിച്ച് ആ മേഖലയെ വിശുദ്ധീകരിച്ച്, അതാണ് ആ തിരുവചനത്തിൻ്റെ ആത്മാവും. തുപ്പിയാൽ കെട്ടുപോകും എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ വാക്കോ നിലപാടോ മൂലം ജ്വലിച്ചതിനെ കെടുത്താൻ കൂടെയുള്ള ഉത്തരവാദിത്തമുണ്ട് എന്ന് മറക്കാതിരിക്കുക. ഒരാളെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പം 3 ചോദ്യം നമ്മൾ ചോദിച്ചിട്ട് അത് പറഞ്ഞാൽ മതി. കിട്ടിയ പാടെ പല പ്രാവശ്യം ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജിനപ്പുറം ഒരു 3 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ഞാൻ ഈ കേട്ട വിഷയത്തെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് അറിയാമോ? എനിക്കിതിനെക്കുറിച്ച് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഉണ്ടോ? പല കാര്യത്തെക്കുറിച്ചും നമുക്കൊന്നും അറിയത്തില്ല, ആരോ പറഞ്ഞു. അപകടകരമാണ്. രണ്ടാമത്തേത്, ഞാനിത് പറയുന്നത് ആ വ്യക്തിയുടെ നന്മയെ ലക്ഷ്യമാക്കിയിട്ടാണ്. മറ്റൊരുവൻ്റെ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് പറയണതാണ് അനുഗ്രഹത്തിൻ്റെ നിലപാടുള്ളത്. മൂന്നാമത്തേത്, എനിക്കിതിനകത്ത് എന്തെങ്കിലും സ്വാർത്ഥലാഭം ലക്ഷ്യമുണ്ട്. പല ചോദ്യങ്ങളും നമ്മൾ ഇന്നോളം പറഞ്ഞു പരത്തിയ പലതും ഈ മാനദണ്ഡത്തിൽ നോക്കിയാൽ പറയാൻ പറ്റാത്തതായിരുന്നു. ഒത്തുപറയാത്ത കാര്യങ്ങൾ, ഒരു വ്യക്തതയുമില്ലാത്ത കാര്യങ്ങൾ, അയാളുടെ നന്മയൊന്നുമല്ല, അയാളുടെ നാശത്തിന് വേണ്ടി തന്നെ. എനിക്കതുകൊണ്ട് നേട്ടമുണ്ടാകും, എനിക്കതുകൊണ്ട് സൽപ്പേരുണ്ടാകും എന്ന് കരുതിയിട്ട് ഇത്തരത്തിലുള്ള നിലപാടിൽ നിന്ന് മാറിയിട്ട് അതെ അതെ എന്ന് പറയുന്ന, മറ്റുള്ളവൻ്റെ നന്മയ്ക്കും ഉന്നതിക്കും ഉതകുന്ന സംസാരം കൊണ്ട്, പ്രോത്സാഹനം കൊണ്ട് ജീവിതത്തെ വളർത്താം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, സംസാരത്തിൽ പിഴയ്ക്കാത്തവൻ പൂർണ്ണനാണെന്നുള്ള അവിടുത്തെ ഓർമ്മപ്പെടുത്തൽ ഹൃദയത്തിൽ സ്വീകരിക്കുക. പിഴയ്ക്കാത്ത വാക്കുകൾ കൊണ്ട് ജീവിതത്തെ അനുഗ്രഹമാക്കണം. അളന്നു തൂക്കി പറയാൻ ക്രിസ്ത്യാനികളെ ഓർമ്മപ്പെടുത്തും പോലെ ആവശ്യത്തിന് മാത്രം, പ്രസക്തമാണെങ്കിൽ മാത്രം ദൈവത്തോടധികവും മനുഷ്യനോട് കുറവും സംസാരിക്കാൻ കൃപ തരണേ. ഇന്നോളം സംസാരത്തിൽ മുറിപ്പെടുത്തിയ ജീവിതങ്ങളെ തിരുമുമ്പിലേക്ക് ചേർത്ത് വെച്ച് മാപ്പ് ചോദിക്കുക. കർത്താവെ, അനുഗ്രഹിക്കണേ. വീഴ്ചകളെ, കുറവുകളെ എണ്ണരുതേ. കൃപയാൽ നിറയ്ക്കണേ. അത്തരത്തെ അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ വിശുദ്ധീകരിക്കണേ. അപ്പസ്തോലന്മാരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അധരത്തിൻ്റെ വിശുദ്ധീകരണം സംഭവിച്ച് അവർ പന്തക്കുസ്തായിൽ വിവിധ ഭാഷകൾ സംസാരിച്ച ആ പുണ്യ ചൈതന്യ വഴിയിലേക്ക് ഞങ്ങളുടേതിനെയും ചേർക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണേ. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.